LDC 2017 പാലക്കാട് പത്തനംതിട്ട നടന്ന ഗണിത ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. അതിൽ ഉണ്ണിയുടെ റാങ്ക് മുന്നിൽ നിന്ന് 5-മതും ഉമ്മയുടെ റാങ്ക് പിന്നിൽ നിന്ന് 18-മതും ആണെങ്കിൽ അവരുടെ ഇടയിൽ എത്ര പേരുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഉണ്ണി എന്ന് പറയുന്നത് 5-മതും ഉമ്മ എന്ന് പറയുന്നത് പുറകിൽ നിന്ന് 18-മതുമാണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 40 പേരാണ്. അപ്പോൾ 40 - 5 - 18 ആണ് ഇതിൻ്റെ ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം. അതായത് 40 - 23 എന്ന് വരും. 40 - 23 17 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അരുണിന്റെ അച്ഛൻ രമയുടെ സഹോദരനാണ് എങ്കിൽ രമ അരുണിന്റെ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം അരുണിന്റെ അച്ഛന്റെ സഹോദരിയാണ് രമ. അതായത് അരുണിന്റെ അമ്മായിയാണ് രമ. അടുത്ത ക്വസ്റ്റ്യൻ ബോത്ത് മാർക്സ് വെച്ച് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് 50 - 10 + 3 - 2 × 4 / 5 എന്നാണ് ക്വസ്റ്റ്യൻ. ബോത്ത് മാർക്സ് വെച്ച് ആദ്യം ബ്രാക്കറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ബ്രാക്കറ്റിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 2 × 4 നമ്മൾ ആദ്യം ചെയ്യണം. അപ്പോൾ നമുക്ക് 50 - 10 + 3 - 8 / 5 എന്ന് വരും. പിന്നെ നമ്മൾ ആ ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. അതായത് 10 + 3 - 8 13 - 8 5 എന്ന് വരും. അപ്പോൾ നമുക്ക് 50 - 5/5 എന്ന് വരും. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. അപ്പോൾ 50 - 5/5 1 വരും. അപ്പോൾ ആൻസർ 49 എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രത്യേക ദിശയിൽ നടക്കാൻ ആരംഭിച്ച ആൾ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഇടത്തേക്ക് തിരിഞ്ഞു നടന്നു, പിന്നീട് വലത്തേക്കും തിരിഞ്ഞു നടന്നു. അപ്പോൾ നടന്നപ്പോൾ സൂര്യാസ്തമയം കാണുമെങ്കിൽ അയാൾ യാത്ര തുടങ്ങിയത് എവിടെ നിന്നാണ്? നമ്മൾ ആദ്യം വരച്ചു. അയാൾ ഒരു പ്രത്യേക ദിശയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞതായിട്ട് വരച്ചു. പിന്നെ അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞതായിട്ടും വരച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി അയാൾ നടന്ന ദിശ ഇതുവരെ മാറിയിട്ടില്ല. അയാൾ നടന്ന സെയിം ദിശയിൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അയാൾ സൂര്യാസ്തമയം കണ്ടു എന്ന് പറയുന്നു. സൂര്യാസ്തമയം കണ്ടു എന്ന് പറയുമ്പോൾ അയാൾ നടക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കായിരിക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ, പടിഞ്ഞാറ് എന്നതാണ് ആൻസർ. രണ്ടാമത്തെ, ക്ലോക്കിലെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്ലോക്കിന്റെ പ്രതിബിംബത്തിലെ സമയം തന്നിട്ടുണ്ട്. പ്രതിബിംബത്തിലെ സമയം തന്നിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ സമയം കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. 11:60 നിന്ന് പ്രതിബിംബത്തിലെ സമയം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ സമയം കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുമ്പോൾ 11:60 - 3:30 ആണ്. അപ്പോൾ 8:30 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സീരിയസ് ആണ്. അതായത് 0, 6, 24, 60 ? എന്നാണ് പോകുന്നത്. നമുക്ക് ഇതിനകത്ത് 0 എന്ന് പറയുന്നത് 1³ - 1 ആണ്. 6 എന്ന് പറയുന്നത് 2³ - 2ഉം 24 എന്ന് പറയുന്നത് 3³ - 3ഉം 60 എന്ന് പറയുന്നത് 4³ - 4ഉം ആണ്. നമുക്ക് ഈ സീരീസ് നോക്കിയാൽ തന്നെ അറിയാം. അത് 0, 6, 24, 60 അങ്ങനെ വലിയ രീതിയിലാണ് അത് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്യൂബ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 5³ - 5 ആയിരിക്കും. 120 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ജനുവരി 1, 2015 വ്യാഴാഴ്ചയാണെങ്കിൽ ജനുവരി 1, 2020 ഏത് ദിവസമാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കേണ്ടത് ഒരു വർഷത്തിൽ എത്ര ഒറ്റ ദിവസമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു വർഷത്തിൽ നമ്മൾ ലീപ്പ് ഇയർ അല്ലെങ്കിൽ ഒരു ഒറ്റ ദിവസമാണ് ഉള്ളത്. അത് ലീപ്പ് ഇയർ ആണെങ്കിൽ 2 ഒറ്റ ദിവസമാണ് ഉള്ളത്. അപ്പോൾ 2015 ഒറ്റ ദിവസങ്ങളുടെ എണ്ണം 1, 2016 ലീപ്പ് ഇയർ ആണ്, അപ്പോൾ 2, 2017 1, 2018 1, 2019 1. അപ്പോൾ നമ്മൾ ആകെ ഒറ്റ ദിവസം കൂട്ടി നോക്കി 6 എന്ന് കിട്ടി. ഈ 6 പ്ലസ് വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് 6 ദിവസമാണ് കഴിഞ്ഞിട്ടായിരിക്കും. അതായത് 2020 ജനുവരി 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വ്യാഴാഴ്ച പ്ലസ് 6 എന്ന് പറയുമ്പോൾ നമുക്ക് വെനസ്ഡേ എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും ചെയ്യാം. അതായത് ഒരു മാസത്തിലെ ജനുവരി 1-ാം തീയതിയും ഡിസംബർ 31-ാം തീയതിയും ഒരേ ദിവസമായിരിക്കും. ലീപ്പ് ഇയർ അല്ലെങ്കിൽ ഒരു മാസത്തെ ജനുവരി 1-ാം തീയതിയും ഡിസംബർ 31-ാം തീയതി ഒരേ ദിവസമായിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 2015 ജനുവരി 1 വ്യാഴാഴ്ചയാണെങ്കിൽ 2015 ഡിസംബർ 31
വ്യാഴാഴ്ചയാവും. അങ്ങനെയാകുമ്പോൾ 2016 ജനുവരി 1 എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ദിവസമല്ലേ, അപ്പോൾ അത് വെള്ളിയാഴ്ച ആയിരിക്കും. 2016 ലീപ്പ് ഇയർ ആയതുകൊണ്ട് 2016 ഡിസംബർ 31 എന്ന് പറയുന്നത് ശനിയാഴ്ച ആയിരിക്കും. അപ്പോൾ 2016 ഡിസംബർ 31 ശനിയാഴ്ച ആയിക്കഴിഞ്ഞാൽ 2017 ജനുവരി 1 എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൂടുതലല്ലേ. അപ്പോൾ 2017 ജനുവരി 1 ഞായറാഴ്ച. അങ്ങനെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്കും 2020 ബുധനാഴ്ച എന്ന് പറയുമ്പോൾ ഉത്തരം കിട്ടും. അപ്പോൾ ആൻസർ ബുധനാഴ്ചയാണ്, ഓപ്ഷൻ ഡി ആണ്. ഇനി 1/3ക്കും 1/2നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, ആദ്യം നമ്മൾ 1/3നെ ഫ്രാക്ഷനിലാക്കണം. 1/3നെ ഫ്രാക്ഷനിലാക്കുമ്പോൾ 1/3 എന്ന് പറയുന്നത് 0.33333 എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും. അതുപോലെ 1/2 എന്ന് പറഞ്ഞാൽ 0.5. അപ്പം നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് 0.33നും 0.5നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ എടുത്തു. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1/4 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.25 ആണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് 2/5 ആണ്. 2/5 എന്ന് പറയുമ്പോൾ 0.4 ആണ്. നോക്കി 0.4, 0.33യും 0.5നും ഇടയിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത 59. ഒരു ജോലി ചെയ്യുന്നതിന് 20 ആളുകൾക്ക് 6 ദിവസം വേണം എങ്കിൽ 8 ആളുകൾക്ക് എത്ര ദിവസം വേണം? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത് 20, അതായത് നേരിട്ടുമാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ 20 ആളുകൾക്ക് 6 ദിവസം ആണെങ്കിൽ 20 × 6 അത് ഈക്വൽ ടു 8 ആളുകൾക്ക് എത്ര ദിവസം ആണെങ്കിൽ 8 × നമുക്ക് എത്ര ദിവസം വേണമെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ എക്സ് ആക്കി എടുത്തു. അപ്പോൾ 8 × x. അപ്പോൾ നമ്മൾ എക്സ് കണ്ടുപിടിക്കണം. അതായത് 20 × 6 ഡിവൈഡ് ബൈ 8. 20 × 6 120 ആണെന്ന് അറിയാം. 120/8 എന്ന് പറഞ്ഞാൽ ആൻസർ 15. അടുത്ത ക്വസ്റ്റ്യൻ കൂട്ടത്തിൽ ബന്ധമില്ലാത്ത അക്ഷരം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അതായത് എഫ്, എം, കെ, ഇസഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എഫ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ വാല്യൂസ് നോക്കിയാണ്, അതായത് എക്ക് 1, ബിക്ക് 1 അങ്ങനെ നോക്കിയാണെങ്കിൽ എഫിന് 6ഉം കെക്ക് 11ഉം ഇസഡിന് 26ഉം എമ്മിന് 13ഉം കിട്ടും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഫും കെയും ഇസഡും ഒക്കെ 5ന്റെ ഗുണിതത്തേക്കാൾ 1 കൂടുതലാണ്. അത് പക്ഷേ എം എന്ന് പറയുന്നത് 5ന്റെ ഗുണിതത്തേക്കാൾ 1 കൂടുതലല്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എം ആണ്, ഓപ്ഷൻ ബി. അടുത്തത് ഒരു സമാന്തര ശ്രേണിയുടെ 5 പദങ്ങളുടെ തുക 40 എന്ന് തന്നിട്ടുണ്ട് എങ്കിൽ 3-ാം പദം കാണാനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം എന്ന് പറഞ്ഞാൽ a+n-1d ആണ്. ഇവിടെ നമുക്ക് 3-ാം പദമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ n-ന് 3 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് a+3 - 1d ഈക്വൽ ടു a+2d എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് a+2d ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 5 പദങ്ങളുടെ തുക 40 എന്നാണ് തന്നിട്ടുള്ളത്. 5 പദങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് n പദങ്ങളുടെ തുക കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. n/2 × 2a + n-1d ആണ്. ഇവിടെ നമ്മൾ n-ന് പകരം 5 ഇട്ട് കൊടുത്തു. അപ്പോൾ 5/2 × 2a + 5 - 1d അതായത് 4d + 4d എന്ന് വരും. ഈ 5/2ലെ 2 നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് 2a/2 + 4d/2 എന്ന് വരും. 2a/2 എന്ന് പറയുമ്പോൾ a തന്നെ വരും. 4d/2 എന്ന് പറയുമ്പോൾ 2d വരും. അപ്പോൾ 5 × a + 2d = 40 എന്ന് വരും. അപ്പോൾ നമുക്ക് a+2d കണ്ടുപിടിക്കാനായിട്ട് a+2d ആണ് നമുക്ക് കാണേണ്ടത്. 3-ാം പദം a+2d ആണ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ a+2d എന്ന് പറയുമ്പോൾ 40/5. ഈ 5നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് അവിടെ ഡിവിഷനാണ് ചെയ്യേണ്ടത്. അത് നമ്മുടെ ആൻസർ 40/5 = 8 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സമചതുരത്തിന്റെ വികരണം തന്നിട്ടുണ്ട്. അത് 6 സെന്റിമീറ്റർ ആണ്. എങ്കിൽ അതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ വിസ്തീർണമാണ്. അപ്പോൾ നമുക്കറിയാം ഒരു സമചതുരത്തിന്റെ വികരണം എന്ന് പറയുന്നത്, ഒരു വികരണം തന്നതിന് അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് ആ വികരണം √2 ആയിരിക്കും. അതായത് നമുക്ക് ഇവിടെ ഒരു സമചതുരത്തിന്റെ വശം എ എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നത് വികരണം √2. വികരണം എന്ന് പറഞ്ഞാൽ 6 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 6/√2. അപ്പോൾ നമുക്ക് എ കിട്ടി, അതായത് ഒരു വശം കിട്ടി. ഒരു വശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ആണുള്ള ഇക്വേഷൻ a² ആണ്. അപ്പോൾ നമ്മുടെ ഒരു വശം എന്ന് പറഞ്ഞാൽ 6/√2 ആണ്. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ 6/√2 × 6/√2 വരും. അപ്പോൾ നമ്മൾ 6 × 6 36 ഡിവൈഡ് ബൈ √2 × √2. √2 × √2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 എന്ന് വരും. അപ്പോൾ 36/2 എന്ന് വരും. 36/2 18 എന്ന് വരും. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ 36 ഡിവൈഡ് ബൈ 36 റേസ് ടു 0.5 ആണ്.
നമുക്കറിയാം എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു M-1 ആണ്, M-N ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ 36 നമുക്ക് 36 റേസ് ടു 1 എന്ന് എഴുതാം. അതേപോലെ 36, അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിട്ട് മാറും, 36 റേസ് ടു 1 ഡിവൈഡ് ബൈ 36 റേസ് ടു 0.5 എന്നായിട്ട് മാറും. അപ്പോൾ 36 റേസ് ടു 1 മൈനസ് 0.5 എന്നാണ്. 1 മൈനസ് 0.5 തന്നെയാണ് 36 റേസ് ടു 0.5 എന്ന് വരും. 36 റേസ് ടു 0.5 എന്ന് പറഞ്ഞാൽ 36 റേസ് ടു √2 ആണ്. അല്ല, 36 റൂട്ട് ഓഫ് 36 ആണ്. 0.5 എന്ന് പറഞ്ഞാൽ റൂട്ടാണ്. അപ്പോൾ √36 എന്ന് വരും. √36 ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാമെന്നാണ്. ഒരു ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് 2 സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ആ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 11, 7, 11, 7, 3. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് എടുക്കുകയാണെങ്കിൽ 2, 5, 9 ആണ് ആ സംഖ്യകൾ. ഇതിലൊരു സംഖ്യയുടെ 20% എന്നത് 480ന്റെ 60%ആണ്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഒരു സംഖ്യയുടെ 20%, നമ്മൾ സംഖ്യ എക്സ് ആക്കി എടുത്തു. അപ്പോൾ സംഖ്യയുടെ 20% എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 20/100. അതേപോലെ അത് ഈക്വൽ ടു 480ന്റെ 60%. 480ന്റെ 60% എന്ന് പറയുമ്പോൾ 480 ഇൻറ്റു 60/100. അപ്പോൾ നമ്മളത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തു. അതായത് 480 ഇൻറ്റു 60/100 എക്സ് ഇൻറ്റു 20/100 കൊണ്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ രണ്ടിലും ഒരു ബൈ 100 ഉണ്ട്. ആ 2 ബൈ 100 ക്യാൻസൽ ആയി പോകും. അപ്പോൾ 480 ഇൻറ്റു 60 ഈക്വൽ ടു 20 ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ 60 ഇൻറ്റു 480 ഈ 20 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷനായി മാറും. അപ്പോൾ 60 ഇൻറ്റു 480/20 എന്ന് വരും. നമുക്കറിയാം 20 60 3 വട്ടം പോകും. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു 480 എന്ന് കിട്ടും. 3 ഇൻറ്റു 480 1440 ആണ്. നമ്മുടെ ആൻസർ 1440 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്ഥാപനത്തിലെ 19 ജോലിക്കാരുടെ ശരാശരി ശമ്പളം 5000 രൂപയാണ്. മാനേജറുടെ ശമ്പളം 10000 രൂപയുമായാൽ 20 പേരുടെ ശരാശരി ശമ്പളം എത്രയാണ്? നമുക്കറിയാം ശരാശരി എന്ന് പറയുന്നത് ആകെ തുക ബൈ ആകെ എണ്ണമാണ്. ഇവിടെ ആകെ തുക കണ്ടുപിടിക്കണമെങ്കിൽ 19 ഇൻറ്റു 5000 പ്ലസ് മാനേജറുടെ ശമ്പളമായ 10000. 19 ഇൻറ്റു 5000 എന്ന് പറയുമ്പോൾ നമുക്ക് 95,000 കിട്ടും. 95,000 പ്ലസ് 10000 എന്ന് പറയുമ്പോൾ നമുക്ക് 1,05,000 കിട്ടും. അപ്പോൾ 1,05,000 ബൈ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുമ്പോൾ 20. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 5250 വരും. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 5 ഇൻറ്റു 3 23 എന്ന് എഴുതാമെങ്കിൽ, അതേപോലെ 6 ഇൻറ്റു 4 34 എന്ന് എഴുതി 7 ഇൻറ്റു 2 23 വായിക്കഴിഞ്ഞാൽ 8 ഇൻറ്റു 5 എങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതായത് 23 കിട്ടിയത്, 5 ഇൻറ്റു 3 23 കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം 5 ഇൻറ്റു 3 15 പ്ലസ് 5 പ്ലസ് 3 ആയി 8 കൂടെ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്തതിൽ ശരിയാണെന്ന് നോക്കി 6 ഇൻറ്റു 4 24, 6 പ്ലസ് 4 10, അപ്പോൾ 24 പ്ലസ് 10 34 എന്ന് വന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 8 ഇൻറ്റു 5 ആണ്. 8 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 5 40 പ്ലസ് 8 പ്ലസ് 5 13, 40 പ്ലസ് 13 53 എന്ന ആൻസർ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 10% വാർഷിക പലിശ നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ ഒരാൾ 15,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷം കൊണ്ട് അയാൾക്ക് എത്ര രൂപ കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. കൂട്ടുപലിശ കാണാനുള്ള ഒരു എളുപ്പ വഴി ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പാസ്കൽസ് ട്രയാങ്കിളിൽ നിന്നാണ് നമ്മൾ വാല്യൂസ് എടുക്കുന്നത്. അതായത് 2 വർഷം എന്ന് പറയുമ്പോൾ 2 വർഷത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടാമത്തെ റോ എടുക്കണം. അപ്പോൾ 1 2 1 ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 1 ഇൻറ്റു നമുക്ക് എത്രയാണോ തുക 15,000 ആണ്. അപ്പോൾ 1 ഇൻറ്റു 15,000 പ്ലസ് 2 ഇൻറ്റു 15,000ന്റെ 10%. നമുക്ക് വാർഷിക പലിശ നിരക്ക് 10% ആണ്. അപ്പോൾ അതുകൊണ്ട് 15,000ന്റെ 10% എടുത്തു. അതായത് 2 ഇൻറ്റു 1500 പ്ലസ് വീണ്ടും 1 ഇൻറ്റു 1500ന്റെ 10%, അതായത് 150. അതായത് 15,000 പ്ലസ് 3000 പ്ലസ് 150 ഈക്വൽ ടു 18,150 എന്ന് കിട്ടും. പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഈ മെത്തേഡ് മനസ്സിലായില്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള
ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ട്രെയിൻ എന്ന വാക്കിനെ IRNAT എന്ന് എഴുതിയാലും ട്രക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം എന്ന് നോക്കി. ട്രെയിനിലെ ടി എന്നത് ഏറ്റവും അവസാനമാണ് എഴുതിയേക്കുന്നത്. അതായത് ഈ മെത്തേഡ് അനുസരിച്ച് ഒരു വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഏറ്റവും അവസാനമാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ നോക്കി, ട്രക്കിന് ആദ്യത്തെ അക്ഷരം ടി ആണ്. അപ്പോൾ ടി അവസാനം വരുന്ന ഓപ്ഷൻ ഒരേ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, CRKUT.